ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പൊന്നാനീൻ്റെ അടുത്തുള്ള കറുകത്തുരുത്തി വളവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഷഹീമാനെ കാണാനാണ്. ഷഹീമാക്ക് പറ്റിയൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഷഹീമാക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു വീൽ ചെയറിലാണ്. പക്ഷേ അവളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ അവൾ സ്വന്തം തന്നെ ചെയ്യും. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിക്കാം. ഈ കാണുന്നതാണ് കേട്ടോ വീട്. എന്നാ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും. നിങ്ങളെ ഷഹീമാൻ്റെ ഉപ്പാന്റെ അനിയൻ. ഷഹീമ, ഇതാണ് ഷഹീമ. എന്തൊക്കെയാ വിശേഷം? നമുക്ക് കൊലയിലിരിക്കാലാ? മെല്ലെ മെല്ലെ. കൈ തട്ടി. ഇക്ക എവിടെ ഇരുന്നു? ഇക്ക, ഷഹീമാക്ക് ജന്മനുള്ളതാണ് ഈ ബുദ്ധിമുട്ട്? അതെ, ജന്മനുള്ളത്. അപ്പൊ ഇവർ എത്ര മക്കളാ? 7 മക്കള്. ഷഹീമാന്റെ ഉപ്പ മരിച്ചുപോയി. അത് ശരി. ഷഹീമ, ഇത് പോളിയോ ലങ്ങാൻ വന്നതാണാ? അപ്പൊ ഷഹീമാന്റെ കാര്യങ്ങളൊക്കെ ഷഹീമ ചെയ്യും അല്ലേ? നമ്മളെ ബാത്റൂമും പിന്നെ നമ്മളെ കുളി കാര്യങ്ങളൊക്കെ ഒറ്റക്ക് തന്നെ ചെയ്യൂല്ലേ? അതിനൊരാളെ സഹായം വേണ്ട. പിന്നെ മുട്ടുകുത്തി നടക്കാൻ പറ്റൂല? മുട്ടുകുത്തി ഒന്ന് നിസ്കരിക്കൂല? അതെ. അപ്പൊ നമ്മളിപ്പോ പുറത്തേക്കൊക്കെ പോകുമ്പോ ഒക്കെയാണ് വീൽ ചെയർ ഉപയോഗിക്കുക അല്ലേ? അല്ല, അകത്തും വീൽ ചെയർ കൊണ്ട് തന്നെ ഉപയോഗിക്കുക. കൂടുതൽ നമുക്ക് അങ്ങനെ മുട്ടുകുത്തി നടക്കുമ്പോ ബുദ്ധിമുട്ടാണ് അല്ലേ? വേദന ആവും. അതെ അതെ. നടക്കുന്ന ഇടക്ക് നല്ലതാ, നമുക്കൊരു എക്സസൈസും കൂടെ ആണല്ലോ അല്ലേ? വന്നതാ. അപ്പൊ ഷഹീമ 4 മാസം ഉള്ളപ്പോ അല്ലേ? 4 മാസം പ്രഗ്നന്റ് ആയപ്പോ, ഷഹീമാനെ 4 മാസം പ്രഗ്നന്റ് ആയപ്പോ ഉമ്മക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ ബുദ്ധിമുട്ട് വന്നതെന്നാണ് ഉമ്മ പറഞ്ഞത് അല്ലേ? അത് സാരമില്ലടാ, ഷഹീമാനെക്കാട്ടും ബുദ്ധിമുട്ടുള്ള എത്ര ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ അവരെക്കാട്ടും നമുക്ക് ഒരുപാട് ഭാഗ്യമില്ലേ? സ്വന്തം കാര്യമൊക്കെ സ്വന്തമായിട്ട് ചെയ്തൂടെ? അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ? അതെ. 7ാമത്തെ ആളാ അല്ലേ? ഷഹീമ എത്ര വരെയാ പഠിച്ചേ? 4 വരെ. ഇവിടെ അടുത്തന്നെ. അതിനുശേഷം എന്തിനേലും പോയിരുന്നോ? ഇവിടെ പോയിരുന്നു 2 കൊല്ലം. ഇപ്പോഴും പോണുണ്ട്. അവിടെ എബിലിറ്റി പോകുന്നുണ്ട് അല്ലേ? പുളിക്കലല്ലേ? അവിടുന്ന് എന്താ പഠിക്കുന്നേ? അവിടുന്ന് ടൈലറിങ്. ടൈലറിങ്. സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ചെറുപ്പം ഒരു കിട്ടൂല. അതെ. പക്ഷെ നമുക്ക് പറയുന്നതൊക്കെ മനസ്സിലാകുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അവള് കുറച്ച് ടൈം എടുത്ത് ചിലപ്പോലെ. അതെ. അതെല്ലാം മെമ്മറിയിൽ സ്റ്റോർ ആവും അല്ലേ? ഓളിപ്പോ എന്നോട് ചോദിക്കാണ്, എനിക്ക് ഒരു വ്യാപിളനെ കിട്ടുമോന്ന്. ആ ചോദ്യം എനിക്ക് വല്ലാത്തൊരിതായി. അതൊക്കെ എനിക്കൊക്കെ കിട്ടൂട്ടാ. അതെ, തീർച്ചയായിട്ടും നിന്നെ ഇഷ്ടപ്പെടുന്ന. അതിനാ സന്തോഷ കണ്ണീരാ? കരയരുതിട്ടാ. നമ്മള് ഫുൾ ചിരിച്ചിട്ടായിരിക്കണം അല്ലേ? നമ്മളെ ചിരി കണ്ടിട്ടാണ് എല്ലാരും നമ്മളെ അടുത്ത് വരണ്ടേ. ഒരു വിഷമവും വേണ്ട. ഷഹീമാനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് എവിടെയാണെങ്കിലും കണ്ടെത്താട്ടാ. അതിനല്ലേ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഷഹീമാനെ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നല്ലൊരാള് മുമ്പോട്ട് വരട്ടെ അല്ലേ? അതെ. ഷഹീമാക്ക് എത്ര വയസ്സായി? എനിക്ക് 32. 32 അല്ലേ? ഇക്ക, നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? പ്രശ്നം മലപ്പുറം ജില്ലേന്റെ ഉള്ളിൽ തന്നെ ആവുകയാണെങ്കിൽ താല്പര്യം. ഇപ്പൊ മലപ്പുറം ജില്ലേന്റെ ഉള്ളിലുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടിയത് അല്ലേ? അതെ. അപ്പൊ 7 മക്കള് എത്ര ആണോ എത്ര പെണ്ണാണ്? 4 ആണ്, 3 പെണ്ണ്. ബാക്കി എല്ലാവരെയും വിവാഹം കഴിഞ്ഞോ?
അപ്പോൾ ഇവർ പറഞ്ഞത് മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആലോചന വേണമെന്നാണ് കേട്ടോ. അപ്പോൾ അധികം ദൂരത്തേക്ക് വേണ്ട. അപ്പോൾ അവളെ മനസ്സിലാക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വരിക. പിന്നെ എന്താണ് ഷെയ്മക്ക് എന്താ പറയാനുള്ളത് പിയാപ്പിളിനെ പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? അത്രേ ഉള്ളൂ അല്ലേ? അതെ അതെ, അങ്ങനെ ഒരാളായാൽ മതി അല്ലേ? ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. അതെ. പിന്നെ ഇപ്പൊ 32 വയസ്സല്ല ആയത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? ഒരു 40 വയസ്സിന്റെ ഉള്ളിൽ അല്ലേ? ആ ഒരു വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡിവോഴ്സ് ആയ ആൾക്കാർ കൂടുതൽ ഉണ്ടാവുക. കാരണം ആൺകുട്ടികളെ വിവാഹപ്രായം നമുക്ക് അറിയാലോ. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മള് സ്വീകരിക്കുവോ? ആയിക്കോട്ടെ, കുട്ടികളുള്ളത് വേണ്ട, നമുക്ക് ആലോചിച്ച് ചെയ്യാല്ലേ? ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ? വീശാറിലല്ലാത്ത ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ജോലിക്ക് പോയിട്ട് ഓളെ നോക്കാൻ പറ്റണം. അതെ, പിന്നെ ഓളെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റണം അല്ലേ? അതെ 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 അതെ. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോ ഷെയ്മാന എടുത്ത് തന്നെ വെക്കൊക്കെ വേണല്ലോ അല്ലേ? അതെ അതെ. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരാളാണെങ്കിൽ അത്രയും സന്തോഷം. അപ്പോൾ പിന്നെ വീട്ടിലെ എല്ലാണ്ടുള്ള വീട്ടിൽ നിന്ന് ഇപ്പോൾ ഓളെ കാര്യങ്ങളൊക്കെ ഓള് ചെയ്യൂ. അല്ലാണ്ട് കുക്കിംഗ് ചെയ്യാറുണ്ടോ? ഏഴാമത്തെ മോളല്ലേ, അപ്പൊ അതൊന്നും ചെയ്യിക്കലുണ്ടാവില്ലേ ഉമ്മ? തുടക്കം അടിച്ചതൊക്കെ ചെയ്യുവോ? അടിപൊളിയല്ലേ? നമ്മളെ കൊണ്ടാകുന്നൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾക്ക് ഒന്നിനും അത് തന്നെ നമ്മള് പിന്നെ എനിക്കൊന്നിനാവില്ലല്ലോ. എന്ത് നമ്മൾ ചെയ്യാനുള്ള നല്ല സ്മാർട്ടായിരിക്കണം. അപ്പൊ തന്നെ നമ്മളെ അസുഖം പകുതി അങ്ങ് കുറയും അല്ലേ? ഇപ്പൊ ഡെയിലി കുറച്ച് വീട്ടിൽ നിന്ന് ആണെങ്കിലും ഡെയിലി കുറച്ച് മുട്ടുകുത്തിയാണെങ്കിൽ അങ്ങനെ കുറച്ച് നടക്കുക. അപ്പൊ നമുക്ക് മൊത്തം എക്സസൈസും കൂടെ ആണല്ലോ. നമ്മള് അന്നേരമാണ് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ റെഡി ആയിട്ട് കുറച്ചുകൂടി നമ്മള് മനസ്സൊന്ന് ഫ്രീ ആവും. ചെയ്യുന്നുണ്ട് അല്ലേ? ശരി. നിക്ക നിങ്ങള് ഇപ്പൊ പുതിയൊരു സിം എടുത്തിട്ട് നമ്പർ എന്നെ വിളിച്ച് പറഞ്ഞു തന്നാൽ മതി. ഫോണ് മാക്സിമം ആണുങ്ങൾ തന്നെ എടുത്താൽ മതി. ആരെങ്കിലും ആണുങ്ങളെ കൊണ്ട് എടുപ്പിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട് യൂട്യൂബിലൊക്കെ ഒരു നമ്പർ കൊടുക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും മാണ്ടാണ്ട് വിളിക്കാനൊക്കെ. അപ്പോൾ അത് ആണുങ്ങൾ തന്നെ ഡീൽ ചെയ്താൽ മതി. ഗൾഫിലെ നെറ്റ് കോളും അങ്ങനെയൊക്കെ വിളിച്ച് വെറുതെ വർത്താൻ പറയുന്ന പോലെ ആദ്യം തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക്. പിന്നെ ആർക്കും ഓളെ നമ്പറും ഓളെ ഫോട്ടോ ഒന്നും അയച്ചു കൊടുക്കണ്ട. നമ്മൾ ഈ വീഡിയോ പരമായിട്ട് ചെയ്യുന്നത് ഓളെ കാണാൻ വേണ്ടിയും അറിയാനും വേണ്ടിയിട്ടാണ്. ഇനിയൊരു ഫോട്ടോൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആരാണെങ്കിലും പെട്ടെന്ന് വീട്ടിൽ വരും അന്വേഷിക്കുക എന്നുള്ളതിൽ വെറുതെ ഇങ്ങനെ ഞാൻ കെട്ടുക എന്ന് അടുത്ത ആഴ്ച വരും അടുത്ത മാസം വരും എന്നെല്ലാം മണ്ണ് വിളിക്കുന്നല്ലോ എല്ലാം വെറുതെ ഇങ്ങനെ വിളിച്ചിരിക്കാനായിരിക്കും. നമ്മളതൊക്കെ പക്വതയോടെ ഡീൽ ചെയ്യാട്ടോ. നമ്മള് നിങ്ങളുടെ കയ്യിലാണ്, ഈ ഫോൺ എടുക്കുന്നവരുടെ കയ്യിലാണ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ കോളും എടുക്കുക. അനാവശ്യം തോന്നി അന്നേരം അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞാൽ മതി. നെറ്റ് നമ്പർ നോക്കിയിട്ട് എടുത്താൽ മതി. അത് ഓലോട് ഞാൻ പറയാറുണ്ട്, അതുപോലെ വീട്ടിലെ ആളുകളെ കൊണ്ട് വിളിപ്പിച്ചാൽ മതി. ഗൾഫിൽ നെറ്റ് നമ്പറിൽ നിന്ന് കുറേ അനാവശ്യ കോളുകളൊക്കെ പലർക്കും വരുന്നതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആണുങ്ങൾ ഫോൺ എടുത്താൽ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ചെയ്യാം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു വിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് പറ്റിയ ഒരാളെ നമുക്ക് എവിടെയാണെങ്കിൽ കണ്ടെത്തണം അല്ലേ ഷെയ്മ? അതെ. ഷെയ്മ പാട്ട് പാടലുണ്ടാ? ആരോ പറഞ്ഞേ? ആ റോഡ് സൈഡിൽ നിന്ന് ആരോ പറഞ്ഞേ? വെറുതെ പറഞ്ഞല്ലേ? വേറെന്തെങ്കിലും നിങ്ങക്ക് പറയാനുണ്ടോ? ഞാനൊന്നുമില്ല. ഇവിടെ ഉപ്പാന്റെ കാലം കഴിഞ്ഞാൽ ഉമ്മാന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവിടെ നോക്കാൻ ആരുമില്ല. അത് അങ്ങനത്തെ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. അതെ, അത് അങ്ങനത്തെ ഒരു കാര്യമാണ് നമുക്ക് കിട്ടേണ്ടത്. അതാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. അതെ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതെ. ഷെയ്മ ഞാൻ പോട്ടെടാ, വേറൊന്നും പറയാനില്ലല്ലോ? ഇൻഷാ അല്ലാഹ് ഒക്കെ വേഗം ശരിയാകട്ടെ. നല്ല ഹാപ്പി ആയിട്ട് നിൽക്കാൻ കേട്ടാ. കരയൊന്നും ചെയ്യരുത്. ഫുള്ള് ചിരിച്ചിട്ട് ഇതേപോലെ നിൽക്കുക. വീട്ടിലേക്കൊക്കെ ഇവിടെ ഈ സ്റ്റെപ്പ് എങ്ങനെ ഇറക്കൂ? സ്റ്റെപ്പ് വണ്ടി ആദ്യം ഇറക്കി കൊടുക്കും. അവിടേക്കൊക്കെ പോകൂലേ? അടിപൊളി. അതെ, അവിടുന്ന് 1 കിലോമീറ്റർ 1 കിലോമീറ്റർ ദൂരം, 1 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. നല്ല കോൺക്രീറ്റ് റോഡാണ്.
അങ്ങനെ പോകും. എന്നിട്ട് അവിടെ പോയിട്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. അതെ അതെ ഇപ്പോഴും ഇല്ല. അതെ ഇപ്പൊ പരാമർശിച്ചിട്ട് 6 മാസമായി. അതെ. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? ഇത് കറുകത്തിരുത്തി. അതായത് പൊന്നാനിക്ക് ഇവിടുന്ന് അടുത്ത പൊന്നാനി 4 കിലോമീറ്റർ പോകണം. ആ കറുകത്തിരുത്തി വളവ് എന്നാണ് ഇതിന്റെ സ്ഥലത്തിന്റെ ഒറിജിനൽ പേര്. നിങ്ങളെ മഹല്ലേതാ? മഹല്ല് കറുകത്തിരുത്തി ജുമാഅത്ത് മസ്ജിദ്. ആയിക്കോട്ടെ ഷെയ്മ. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഷെയ്മയും ഐക്കയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരാം. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് ഓരോ ആളുകളെയും വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണ് ഇത് നടക്കും, ഇതുവഴി അവരുടെ വിവാഹം നടക്കും എന്നുള്ളത്. ആ പ്രതീക്ഷ നിങ്ങളിലാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യേണ്ടത് കേട്ടോ. അവളെ കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. അവളെ സ്വീകരിക്കാൻ തയ്യാറുള്ള, അവളെ മനസ്സിലാക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അത് മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് ഇവർ പറഞ്ഞെങ്കിലും കുറച്ച് അങ്ങോട്ടൊന്നാന്ന് പ്രശ്നമില്ല, അധികം ദൂരം ആവരുതെന്നേ ഉള്ളൂ. ഏറ്റവും വലുത് ഓളെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓളെ കാര്യങ്ങളൊക്കെ അവൾ ഒറ്റയ്ക്ക് തന്നെ നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ചെറിയ ഒരു ഹെൽപ്പായിട്ട് അങ്ങനെ ഒക്കെ ചെയ്യേണ്ടത്. വീട്ടിലെ ഓളെ സ്വന്തം കാര്യമൊക്കെ ഓൾ തന്നെ ചെയ്യും. നല്ല ആക്റ്റീവാണ്. പിന്നെ സംസാരിക്കാൻ കിട്ടാത്ത ചെറിയൊരു പെട്ടെന്ന് ഒരാളെ ചോദിക്കുമ്പോഴുള്ള, വീട്ടിൽ നിന്നൊക്കെ ഓക്കെ ആയിരിക്കും, പെട്ടെന്നൊരു കാര്യങ്ങൾ ചോദിക്കുമ്പോഴുള്ള ചെറിയൊരു ഇതേ ഉള്ളൂ. വേറെ നല്ല സ്മാർട്ട് മോള് തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവളെ കല്യാണം നടക്കട്ടെ. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം. ഓക്കെ, അവളെ ആ വിഷമം ഉണ്ടല്ലോ, എനിക്കാരെങ്കിലും കിട്ടുമോ എന്നുള്ള ആ ചോദ്യത്തിലുണ്ട് എല്ലാം. അപ്പോൾ അത് നമ്മളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഇവരൊന്നും കല്യാണം നടക്കാതായി പോരുത്. അങ്ങനെ നടക്കാണ്ടായാൽ നാളെ ദൈവം നമ്മളോട് തന്നെയാണ് ചോദിക്കുക. അതിന് നമ്മൾ ഓരോരുത്തരാണ് ഉത്തരവാദികൾ എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൂടെ വേണം. അവളെ കല്യാണം നമുക്ക് നടത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.